ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പം ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരും കൂടി ആയിട്ട് ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് പോകണേന്ന്. ഒരു ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോരാം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ. അപ്പോൾ ബസ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ടെമ്പോ ട്രാവലർ ആയിരുന്നു പറഞ്ഞത്. അത് പണി മുടക്കിയത് കാരണം നമ്മൾ ഈ ബസ് ഇറക്കി. പക്ഷേ ഇതൊരു അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. നല്ല സ്പേസ് ഉണ്ടായിരുന്നു, ഡാൻസ് കളിക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട്. നമ്മളൊരു 8 പേരെന്തോ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആ സമയപ്പോഴത്തേക്കും വരാൻ പറ്റിയില്ല, പല പല സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ ഉള്ള ആൾക്കാരെ കൂടിയായിട്ട് നമ്മൾ തകർത്ത് അങ്ങോട്ട് കയറി പാടേനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസ് അങ്ങോട്ട് തുടങ്ങി. ബാക്കി ആരും അങ്ങോട്ട് എന്താ പറയുക ഉഷാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മൂവാറ്റുപുഴ ഏരിയയ്ക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ എല്ലാവരും ഒരു നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉഷാറാവാൻ. അപ്പം ഞാനൊരു ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഫുഡായിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല, കാരണം നമ്മൾ ട്രാവൽ ചെയ്യണല്ലേ. അപ്പോൾ ചിലപ്പോൾ വൊമിറ്റ് ചെയ്താലോ എന്നോർത്ത് ഞാൻ ഫുഡായിട്ടൊന്നും കഴിച്ചില്ല. ജസ്റ്റ് ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു. അതൊക്കെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തുള്ളി തന്നെ വേർത്ത് പോയിക്കോളും. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ക്ഷീണത്തിൽ റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് പയ്യെ ഓണായി തുടങ്ങി. പയ്യെ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും ഒന്നും അങ്ങനെ വന്നില്ല, ഞങ്ങൾ തന്നെ പ്രോസസ്സിങ് ആവണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തകർത്തോളും. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റി ഏരിയയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഗ്രാമപ്രദേശം അങ്ങനത്തെ ഏരിയയിലോട്ട് പോകണേണ്. ഡെസ്റ്റിനേഷൻ അടുക്കാറായി ഏകദേശം. അപ്പോൾ ഈ മലയും കുന്നൊക്കെ കാണുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടിയൊക്കെ ആ ഒരു ഫീൽ കിട്ടുക, ട്രിപ്പ് പോകണമെന്നുള്ളൊരു ഫീൽ കിട്ടുന്നത്. നമ്മൾ കുറച്ച് നേരം അത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇഞ്ചിത്തൊട്ടി ബ്രിഡ്ജാണ് ഇത്. വന്നിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അവിടെ പോയി ആ സമയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പിന്നെ അവിടെ ചെന്നിട്ടുള്ള ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മേളിൽ ഒരു 2 ഇഞ്ച് കാണാൻ പറ്റും. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഈ കാണുന്ന എല്ലാ വിഷ്വൽസും എടുക്കണേ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കാം. നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഭൂതത്താൻകേട്ടിലാണ് പോണത്. പെരിയാറിൻ്റെ ഏരിയയിലുള്ള ഭൂതത്താൻകേട്ട് അവിടെയാണ് പോണത്. ഓൾറെഡി നമ്മൾ പണ്ട് കാറ്ററിങ്ങിൽ നിന്ന് ടീംസൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ വീഡിയോ ഞാൻ മേളിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. അങ്ങനെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടാണ്. ഒരു 10 മിനിറ്റോളം നമ്മൾ നടന്നിട്ട് വേണം ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. ഇവിടെ വന്നിട്ട് 60 രൂപയാണ് പെർ ഹെഡ്. പിന്നെ പിള്ളേരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും റേറ്റ് കുറവാണ്. നമുക്കൊക്കെ മുതിർന്നവരായതുകൊണ്ടിട്ട് 60 രൂപ വരും. പിന്നെ ഗൈഡ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഗൈഡ് ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ ഇതിന് മുമ്പ് പോയിട്ടുള്ളതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ പോണേണ്. പക്ഷേ സൂക്ഷിക്കുക, കാട് ഏരിയ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കാണുന്ന ആ ഒരു 2 ഇഞ്ച് സ്ക്രീനിൽ എന്താ പറയുക, ഞാൻ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. കുറേ ക്ലിപ്സ് എടുത്തു. ഇതൊക്കെ ഞാൻ ഈ ഡിസ്പ്ലേ പോയ ഫോണിലെടുത്തതാണ് കേട്ടോ. എനിക്ക് കിട്ടണുണ്ടായില്ലെന്നൊന്നും അറിയില്ലായിരുന്നു, എന്നാലും ഞാൻ ട്രൈ ചെയ്തു. നമ്മളങ്ങനെ ഉപേക്ഷിക്കരുതല്ലോ. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി നടന്നു. നമ്മളിപ്പോൾ പോണത് പെരിയാർ ഏരിയയിലോട്ടാണ്. വെള്ളമൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലോട്ടാണ് പോണത്. അപ്പോൾ അതിനൊരു ഐതിഹ്യമുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഇങ്ങനത്തെ ചിതൽപുറ്റ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പാമ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മലയണ്ണാനുണ്ട്. അങ്ങനെ കുറേ മൃഗങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നമ്മൾ ഭാഗ്യം പോലെ കാണാൻ കിട്ടുള്ളൂ. പാമ്പിനല്ല കേട്ടോ, ബാക്കിയുള്ളതിനേക്കാൾ. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ കവർ ചെയ്തു. പിന്നെ നമ്മൾ ഈ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളാവും. പിന്നെ കുറേ ഗുഹയുണ്ട് ഇവിടെ. പണ്ടത്തെ പുരാതന സമയത്തുള്ള ആൾക്കാർ ആയുധങ്ങളൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ആ ഗുഹയൊക്കെ. നമുക്കത് നിവർന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ കുമ്പിട്ടൊക്കെ നിന്ന് കയറേണ്ടി വരും. അതിനുള്ളിൽ നിറച്ച് വവ്വാലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്തില്ല, ഉള്ളിൽ കയറിയില്ല. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് ഇതിൻ്റെ ഒരു ഐതിഹ്യമാണ് കേട്ടോ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിച്ചു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 കിലോമീറ്റർ ദൂരെയിട്ട് തൃക്കാരിയൂർ എന്ന് പറഞ്ഞിട്ടൊരു മഹാദേവ ക്ഷേത്രമുണ്ട്. ഈ ഒരു ക്ഷേത്രം വെള്ളത്തിൽ മുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു അണക്കെട്ട് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു നിയമമുണ്ട്. അതായത് രാവിലെ ആവണേ മുമ്പ്, നേരം വെളുക്കണേന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്ത് തീർത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഇത് മനസ്സിലാക്കിയ മഹാദേവൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരം പുലരണേന് മുമ്പ് തന്നെ, ഇവരുടെ ആ ഒരു ടൈമിന് മുമ്പ് തന്നെ പോയിട്ട് പൂവൻകോഴിയുടെ രൂപത്തിൽ വന്നിട്ട് കൂവി. അപ്പോൾ ഇവർ ടൈം ഔട്ടായെന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും പണി നിർത്തിപ്പോയി. അങ്ങനെ അവശേഷിപ്പുകളാണ് ഈ കാണുന്ന ഈ പാറക്കെട്ടുകളൊന്നും ഉണ്ട്. പിന്നെ ഇതൊരു പ്രളയത്തിൽ വന്നതാണെന്നും കേട്ടുകൾ വേണ്ടിട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആ ഒരു ഏരിയനെ പറ്റിയിട്ടുള്ളൊരു കഥ.
പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം കേട്ടോ. അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.